എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ യൂണിറ്റിൻ്റെ അതിജീവനത്തിൻ്റെ തുടക്കം എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ചോദ്യോത്തരങ്ങൾ നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നോക്കാം, ആൻസർ നോക്കാം കേട്ടോ. വായിക്കാം, പറയാം. ഇപ്പോഴും മധ്യവേനലവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. എഴുത്തുകാരി ഇങ്ങനെ പറയാൻ കാരണമെന്താണ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 4 മലകളുടെ താഴ്വരയിലെ ദേവിയാർ കോളനി നിവാസിയാണ് എഴുത്തുകാരി. അവരുടെ വീടിനടുത്ത് ആറ്, പുറകിൽ മല, മലയ്ക്കു മുകളിൽ കയറിയാൽ പിന്നെയും പിന്നെയും മലനിരകൾ, 2 മലകളുടെ ഇടയിലൂടെ വെള്ളിയരഞ്ഞാണം പോലൊഴുകുന്ന പെരിയാർ, എങ്ങും പച്ചപ്പ്, കൈത്തോടുകൾ. ആറ്റിലിറങ്ങി നീന്തുക എന്നത് എഴുത്തുകാരിയുടെ കുട്ടിക്കാലത്തെ പ്രധാന വിനോദമായിരുന്നു. ആറ്റിലിറങ്ങി കണ്ണു ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ എന്നാണ് എഴുത്തുകാരി സ്വയം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മധ്യവേനലവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് താനെന്ന് എഴുത്തുകാരി പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു. വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ആൻസർ നോക്കാം. പുഴയിലെ മണൽ, കല്ലുകൾ, കുഞ്ഞുകണ്ടൽ, കല്ലൂർവഞ്ഞി എന്നിവയാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തിയ ഘടകങ്ങൾ. വർഷത്തിൽ 1-2 മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത്. എന്നിട്ടാണ് ഈ അവസ്ഥ. ഏതവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? കെട്ടിടം പണിക്കും കയ്യാലപ്പണിക്കുമായി മനുഷ്യർ ആറ്റിലെ കല്ലുകൾ പൊട്ടിച്ചെടുത്തു. മണൽ മുഴുവൻ കോരിക്കൊണ്ടുപോയി. വേനലായാൽ കൃഷിക്കും മറ്റുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് എടുക്കാനും തുടങ്ങി. അതോടെ മഴ പെയ്യുന്ന വെള്ളം അതേ വേഗത്തിൽ പെരിയാറിൽ ചെന്നു ചേരുന്ന സ്ഥിതിയായി. ഈ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി. ഏതെല്ലാമാണ് ഈ വൈവിധ്യങ്ങൾ? നമുക്ക് ആൻസർ നോക്കാം. അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, ജീവൻ്റെ സമ്പന്നമായ ഇടം, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ, സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട മരുഭൂമികൾ വരെ, ഇതുപോലെയുള്ള ധാരാളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി. ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആൻസർ നോക്കാം. റേച്ചൽ കഴ്സൻ്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ, പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കും എന്ന തിരിച്ചറിവുണ്ടാക്കുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി. അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ. നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യമെന്താണ്? ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ പ്രവൃത്തികളുടെയും ദുരന്തര ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നാണ് എഴുത്തുകാരി പറയുന്നത്. വരികൾ, വാക്യങ്ങൾ. പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളിപ്പെണ്ണാണു നീ. ഒരു സിനിമാ ഗാനമാണ് വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ളത്. ഈ കവിതാഭാഗങ്ങളിലെ ആശയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ലേഖനത്തിൽ നിന്ന് കണ്ടെത്തി എഴുതും.
ദേവിയാർ കോളനി എന്ന ഗ്രാമം 4 മലകളുടെ താഴ്വരയിലാണ്. നടുവിലൂടെ ആറൊഴുകുന്നു. ഇപ്പോഴും മധ്യവേനലവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. വീടിനടുത്ത് ആറ്, പുറകിൽ മല, മലയ്ക്കു മുകളിൽ കയറിയാൽ പിന്നെയും പിന്നെയും മലനിരകൾ. 2 മലകൾക്കിടയിലൂടെ വെള്ളിയരഞ്ഞാണം പോലൊഴുകുന്ന പെരിയാർ. എങ്ങും പച്ചപ്പ്, കൈത്തോടുകൾ. ഇവിടം വരെ എഴുതാം. പെരിയാറിൻ്റെ കേട്ടോ. ഇനി അടുത്ത വരികൾ പറഞ്ഞുതരാം. പൂഴിമണലതിൽ പണ്ടിരുന്നു പൂത്താങ്കോലേറി കളിച്ചതല്ലേ, കുളിരോലുമോളത്തിൽ മുങ്ങി മുങ്ങി കുളിയും ജപവും കഴിച്ചതല്ലേ. കുറ്റിപ്പുറം പാലം ഇടശ്ശേരി എഴുതിയതാണ്. ഇതിൻ്റെ കവിതയിലെ ആശയവുമായി ബന്ധപ്പെട്ട ഭാഗം നമുക്ക് ലേഖനത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം. ആറ്റിൽ നീന്തണം എന്നാണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം. ഒരിക്കൽ ആറ്റിൽ നിന്നും കയറുന്ന പരിപാടിയില്ലായിരുന്നു. കണ്ണ് ചുവന്ന് ചുറ്റും മഞ്ഞ് പോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെ ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ. ആറിലെ വെള്ളം വറ്റി കണ്ടിട്ടില്ല. ഇപ്പോൾ ചെറുകുഴികളിൽ ചെറുചാലുകളായി വെള്ളം, അതും കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം. ഈ ചായപ്പൊടി വെള്ളം വരെ ഉള്ളൂ കേട്ടോ. ലാസ്റ്റത്തെ ലൈനില്ല. ചായപ്പൊടി വെള്ളം വരെ എഴുതാം. ലഘുവാക്യങ്ങളാക്കാം. ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്തര ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്നു മാത്രം. ഈ വലിയ വാക്യത്തെ ചെറിയ വാക്യങ്ങളായിട്ട് വേർതിരിച്ചെഴുതാം. ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകും. ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം. ലേഖനത്തിൽ നിന്ന് വലിയ വാക്യങ്ങൾ കണ്ടെത്തി അവയെ ചെറുവാക്യങ്ങളായി വേർതിരിച്ചെഴുതുക. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിക്കണം. അപ്പം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുകയും മറുവശത്ത് സംരക്ഷണത്തെപ്പറ്റി ക്ലാസുകളും ചർച്ചകളും എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുന്നു. അടുത്ത പോയിൻ്റായിട്ട് എഴുതാം. മറുവശത്ത് സംരക്ഷണത്തെപ്പറ്റി ക്ലാസുകളും ചർച്ചകളും എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്നു. പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഇല്ലാതാക്കും എന്ന തിരിച്ചറിവുണ്ടാക്കുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി. ഇതൊന്നൊരു വലിയ പോയിന്റ്, ഞാൻ ചെറുതാക്കാൻ പോണാണ്. പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കണം, ഇല്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഇല്ലാതാക്കും. ഈ തിരിച്ചറിവുണ്ടാകുന്നതിന് പുസ്തകം വഴിയൊരുക്കി. പ്രയോഗഭംഗി കണ്ടെത്താം. പെരിയാർ, ഒഴുകുന്ന പെരിയാർ, വെള്ളിയരഞ്ഞാനം പോലൊഴുകുന്ന പെരിയാർ. പെരിയാർ എന്ന പദത്തിനോട് കൂടുതൽ പദങ്ങൾ ചേർത്തപ്പോൾ അർത്ഥതലങ്ങളിൽ വന്ന മാറ്റമെന്ത്? ചർച്ച ചെയ്യൂ. അതിൻ്റെ ആൻസർ നോക്കാം. വെള്ളിയരഞ്ഞാണം പോലൊഴുകുന്ന പെരിയാർ എന്നത് പെരിയാറിൻ്റെ സൗന്ദര്യം മുഴുവൻ ആ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. വെള്ളത്തിൻ്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതിനാണ് വെള്ളിയരഞ്ഞാണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രയോഗം വളരെ മനോഹരമായിട്ടുണ്ട്. പെരിയാറിൻ്റെ ഒഴുക്കിനെ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ പെരിയാർ ഒഴുകുന്നതിന് വെള്ളിയരഞ്ഞാണം പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതൂ. നൈർമല്യം, നവനൈർമല്യം, അന്തരീക്ഷത്തിൻ്റെ നവനൈർമല്യം. അന്തരീക്ഷത്തിൻ്റെ പരിശുദ്ധി കൂടുതൽ മനസ്സിലാക്കി തരുന്നതിന് ഈ പ്രയോഗത്തിലൂടെ കഴിയുന്നു. അടുത്തത് വെള്ളം, ചായപ്പൊടി വെള്ളം, കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം. ഇവിടെ വെള്ളത്തെ ചായപ്പൊടി വെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പോഴൊഴുകുന്ന പുഴയിലെ വെള്ളത്തെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലൊരു ചിത്രം രൂപപ്പെടുന്നുണ്ട്. കറുത്തിരുണ്ട എന്ന പദം കൂടി ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൻ്റെ പരിശുദ്ധി കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. അടുത്തത് തിളക്കം, വെട്ടിത്തിളക്കം, വെള്ളത്തിൻ്റെ വെട്ടിത്തിളക്കം. വെള്ളത്തിൻ്റെ തെളിമയും പരിശുദ്ധിയും ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാഠഭാഗം നന്നായി വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ